വിഷുക്കാലം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗൃഹാതുരമായ ഒന്നാണ്. കണി കണ്ടുണരുന്ന മേടമാസപ്പുലരിയുടെ നന്മയും കൈനീട്ടവും കൊടിക്കുപ്പായവും വിഷു ഓർമ്മകളിൽ പൂത്തുലഞ്ഞു നിൽക്കും. പല നാടിനും പലതാണ് വിഷു ഐതിഹ്യങ്ങൾ. പക്ഷേ അങ്ങനെ ചില ഐതിഹ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കണിക്കൊന്നകൾ, കണിവെള്ളരികൾ, കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ, വിരുന്നെത്തുന്ന വിഷു പക്ഷികൾ. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം. മലയാളികൾക്ക് വിഷു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒപ്പം നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും വിഷു സമ്മാനിക്കുന്നു. മലയാള മാസം മേടം 1 വിഷുവായി ആഘോഷിക്കപ്പെടുന്നത്. തുല്യമായത് എന്നാണ് വിഷു എന്ന വാക്കിനർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിവസം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. ആദ്യത്തേത് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്നതാണ്. രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും രാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ ആഘോഷമാണ് വിഷു എന്നതുമാണ് രണ്ടാമത്തെ ഐതിഹ്യം. രാവണവധത്തിനെ തുടർന്ന് നടന്ന ലങ്കാദഹനത്തിന്റെ പ്രതീകമാണ് ഇതെന്നും വിശ്വാസമുണ്ട്. വിഷു എന്ന പുതുവർഷാരംഭം കാർഷിക സംസ്കാരവുമായി മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായും ഒക്കെ പ്രത്യേകതകളുള്ള ഉത്സവമാണ്. വിഷുവുമായി ബന്ധപ്പെട്ട നിരവധിയേറെ ആചാരങ്ങൾ നമുക്കുണ്ട്. വിഷുക്കണിയാണ് ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലമെന്ന വിശ്വാസവും വിഷുവിനെ സംബന്ധിച്ചിട്ടുണ്ട്. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി തുടങ്ങിയ വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയാണ്. ഈ ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണിയാവണമെന്നാണ് ആചാരം. കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നുമാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.